ഇന്ന് നമ്മൾ ഈ ഒരു കിഴക്കേക്കോട്ട ഈ ഒരു നഗരഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് ഇതാ നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഇവിടെ വന്ന് കഞ്ഞി കുടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ലിബർട്ടി ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്, അവർ നടത്തുന്ന ഒരു കഞ്ഞി വിതരണമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, അവരെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ഇതിപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്? ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞ് ഫീമെയിൽ ആയതിനു ശേഷം ഞങ്ങൾ പോകാനുള്ള വളരെ സ്ട്രഗിൾ എടുത്ത് ഞങ്ങൾ ശബരിമല പോകും എല്ലാ വർഷവും. അത് ശബരിമല എന്നല്ല, പാറ്റുകാൽ പൊങ്കാല ആയാൽ പോലും ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഞങ്ങളുടേതായ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ ശബരിമല പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കഞ്ഞി അന്നദാന സദ്യ ഇവിടെ നമ്മൾ നടത്തുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നതാണ്. കാരണം ഈ പാവപ്പെട്ട എല്ലാവരും ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേര് ഈ തെരുവിലൊക്കെ ഭക്ഷണം കഴിക്കാതെ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന ഒരു ദിവസമെങ്കിലും അവർക്കൊരു അയ്യപ്പൻ അമ്മത്തിൻ്റെ പേരിൽ ഒരു സദ്യ കൊടുത്ത് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മൾ സദ്യ കൊടുക്കുകയും പിന്നെ അതിൽ ഞങ്ങൾ മലയ്ക്ക് പോയി ഞങ്ങൾ വിശ്വാസത്തിന് പോയി സ്വാമിയെ തൊഴുത് എല്ലാ വർഷവും മടങ്ങി വരികയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്? ഇപ്പം ഞങ്ങളിതൊരു 5-6 വർഷം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കാരണം ഈ മുമ്പ് ഈ ഒരുപാട് ഈ പ്രശ്നം നടന്ന സമയത്ത് സ്ത്രീകൾ ശബരിമല പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വിധി വന്ന സമയത്തൊക്കെ ഒരുപാട് പ്രോബ്ലം നടന്ന സമയത്തൊക്കെ ആ സമയത്ത് ഞങ്ങൾ വലിയ സ്ട്രഗിൾ ചെയ്ത് അവിടെ പോയിട്ടുണ്ട്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയാണ്. എല്ലാവർക്കും എല്ലാ ദൈവങ്ങളെയും തൊഴാനും എല്ലാ മതങ്ങളിൽ വിശ്വസിക്കാനും എല്ലാവരെയും നമുക്ക് ഒരുപോലെ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു അവകാശം ഖനിക്കാതിരിക്കാൻ വേണ്ടിയും ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ള രീതി സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള സ്വാമിയുടെ വിശ്വാസമാണ്. ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും ഞങ്ങൾ ട്രാൻസ് ആണല്ലോ. ട്രാൻസ് ആയപ്പോലും ഞങ്ങൾക്ക് അവിടെ അയ്യപ്പൻ്റെ ഒരു വിശ്വാസത്തിന് മോഹിനിയുടെ രൂപത്തിലാണ് അയ്യപ്പൻ്റെ ജനനം. അപ്പോൾ ഞങ്ങൾ ആ വിശ്വാസത്തിലാണ് ഞങ്ങളവിടെ പോവുകയും സ്വാമിയെ തൊഴുകയും ചെയ്യുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ ഇതുപോലെ അന്നദാനം നടത്തുകയും സ്വാമിയെ ദർശിക്കാൻ പോവുകയും ചെയ്യും. ഇതിപ്പോൾ ഈ കഴിഞ്ഞ തവണയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തവണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത? അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അത് ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ ഞങ്ങൾ മിക്കവാറും തടഞ്ഞിട്ട് അവർക്കൊരു സംശയം തോന്നും, സ്ത്രീകളാണോ ഇനി അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ ഐഡൻറ്റിറ്റി കാർഡും ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ ID കാർഡൊക്കെ ഞങ്ങളെ കാണിക്കുകയും അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്ത് ഞങ്ങളെ കടത്തി വിടുകയും നമ്മൾ എല്ലാ വർഷവും എല്ലാ വർഷം പോകുമ്പോഴും നിലയ്ക്കലെത്തുന്ന സമയത്ത് ഇത്ര പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സ്ത്രീകളാണല്ലോ എന്നുള്ള തരണം ചെയ്തിട്ട് ഞങ്ങൾ അയ്യപ്പൻ സന്നിധി പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ എത്ര പേരൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്, എന്നാണ് പോകുന്നത്? അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഗണപതി കോവിലിൽ വെച്ച് പഴവങ്ങാടി ഗണപതി കോവിലിൽ വെച്ച് കെട്ടിയിട്ട് ഇന്ന് രാത്രിയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ 15ഓളം പേരാണ് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും 15-20 അങ്ങനെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം 15ഓളം പേരാണ് നമ്മൾ ഇപ്രാവശ്യം അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ട്, വേറെ ഏതെങ്കിലും ജില്ലകളിലുണ്ടോ? അതപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ആൾക്കാർ നമ്മുടെ ട്രാൻസ് ആൾക്കാർ പോകുന്നുണ്ട്. അവർ അന്നദാനം നടത്താറുമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു 5-6 വർഷം കൊണ്ട് ഇവിടെ തന്നെ കഞ്ഞി സദ്യ നടക്കുകയും ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പൊങ്കാലയിടുകയും ഇവിടെ തന്നെ വെച്ച് ഞങ്ങൾ അന്നദാനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമായിട്ട് ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാധാരണ സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവർക്ക് അവകാശപ്പെട്ടതെല്ലാം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളും ജീവിക്കാനും ജീവിതം മുന്നോട്ട് പോകാൻ നമ്മുടെ വിസിബിലിറ്റിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസമൊക്കെ എത്ര പേർക്കുള്ളത് കരുതിയിട്ടുണ്ടാവും? ഇത് ഞങ്ങൾ 50 കിലോയുടെ ഒരു ദിവസം ഒരു 500ഓളം പേർക്ക് കഞ്ഞിസദ്യ കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ ആകുമ്പോൾ അയ്യപ്പന്മാരൊക്കെ വരുന്ന ഉണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരുണ്ട്. അല്ലാതെ തന്നെ ഇതൊരു ഒരു സിറ്റി ഏരിയ ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പം തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലായിട്ടിട്ട് എല്ലാവർക്കും കൂടുതൽ സംതൃപ്തിയാക്കിയിട്ട് പോകണമെന്നാണ് ഒരു ആഗ്രഹം, മനസ്സ് നിറഞ്ഞു. എത്ര തവണയായി പോകുന്നത്? ആദ്യമായിട്ടാണോ പോകുന്നത്? ഇല്ല, ഞാൻ ഇത് 7ാമത്തെ പ്രാവശ്യം പോകുന്നു. എല്ലാ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇനിയും പോകുന്നുണ്ട്. സ്വാമി ശരീരസുഖം തരികയാണെങ്കിൽ ഇതുപോലെ കഞ്ഞി സദ്യ നടത്തി പോകുന്നതെന്നാണ് ആഗ്രഹം. അതിനിടയിൽ ഈ വരുന്ന ഒന്നുമേ അല്ല. പ്രശ്നങ്ങൾ വരും, അതെല്ലാം തരണം ചെയ്തല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. അതേപോലെ ഇനിയും മുമ്പോട്ട് തരണം ചെയ്ത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് എത്തിപ്പെടും. ഇതിപ്പോൾ അതിൽ 2-3 പേര് ആദ്യമായിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലേ?
ആദ്യമായിട്ടാണ് പോകുന്നത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഒരുപാട് ഉണ്ടാവും അറിയാം. എന്താണ് പറയാനുള്ളത്? ഒരു സർജറി കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്, സർജറി എന്നല്ല, എൻ്റെ ലൈഫിൽ ഫസ്റ്റ്. ഭയങ്കര ആഗ്രഹമാണ്, ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജില്ല കൊല്ലമാണ്. ഞാൻ ഇപ്പോൾ ഇവരുമായിട്ട് സഹകരിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു, വ്രതം എടുത്തു, അങ്ങനെ കഞ്ഞിസദ്യ നടത്തി പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ സാധിക്കാൻ പോവുകയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി എടുക്കുക ഇത് ആദ്യമായിട്ടാണ് മല ചവിട്ടുന്നത്, അതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എത്ര സഹിക്കേണ്ടി വന്നാലും അയ്യരെ കണ്ടിട്ടേ മടങ്ങുന്നു. താങ്ക് യു. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ തരണം ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോഴല്ല നമുക്ക് ഒരാൾ ഇവിടെ പ്രതികരിക്കാനുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ പോയി? ഞാൻ 10, 20, 22 മലയായി ഈ വർഷത്തോടു കൂടി. അയ്യപ്പൻ്റെ ഐഡൻറ്റിറ്റി തെളിയിച്ചിട്ട് ആദ്യമായിട്ടാണ് പോണത്. അതിന് മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പോകാൻ പറ്റുന്നത് അയ്യപ്പൻ്റെ നാമത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വർഷം പോകാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. അന്ന് നമ്മൾ അതെ, സ്ത്രീകൾ മുൻപ് നേരിട്ട പ്രശ്നം ശബരിമല പോകുന്ന അതേ പ്രശ്നം നമുക്കും ട്രാൻസിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളതെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ നല്ല വിസിബിലിറ്റി എല്ലാം ഉണ്ടാക്കി. ഞങ്ങൾ ട്രാൻസ് എല്ലാവരും കൂടെ സംഘടനകൾ ചേർന്നിട്ട് ആ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ സാധാരണ അയ്യപ്പന്മാർ പോകുമ്പോൾ ഞങ്ങൾക്ക് പോകണം. വ്രതം, അതെ, എല്ലാം ഒത്തിരി ദിവസം വ്രതമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ. ഏതായാലും നല്ല രീതിയിൽ തന്നെ പോയി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഏതായാലും എല്ലാ വിഭാഗക്കാരെ പോലെ തന്നെയാണ് അവരുടെ വിശ്വാസം, അവർ മുറുകെ പിടിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ടവരുണ്ട്, ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നവരുണ്ട്. എന്തൊക്കെ വന്നാലും അയ്യനെ കാണണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കഞ്ഞിവീഴ്ത്തലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തൊക്കെ വന്നാലും പ്രതിസന്ധികൾ തരണം ചെയ്ത് അയ്യൻ്റെ മുൻപിൽ എത്തുമെന്ന് തന്നെയാണ് ഇവർക്കും അവരുടെ ഒരു പ്രതീക്ഷയും അവരുടെ ഒരു ആഗ്രഹവും.